IFFKയുടെ തുടക്കം 18 വർഷമായി ഇപ്പോൾ. പക്ഷേ അതിനു മുമ്പ് IFFI ഇവിടെയും ഡൽഹിയിലുമൊക്കെ കാണിക്കുമ്പോഴും സാർ അതിൻ്റെ കൂടെ സജീവ പങ്കാളിയായി നിൽക്കുകയും സിനിമകളെക്കുറിച്ച് നല്ലവണ്ണം വിമർശനം നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്ത ആളും ധാരാളം എഴുതുകയും ചെയ്ത ആളുമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും പുതിയ ഈ 18ാമത് IFFKയെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പറയുകയാണെങ്കിൽ ഞാൻ ഈ ആദ്യ ചലച്ചിത്രോത്സവം മുതൽ ഈ ചലച്ചിത്രോത്സവം മുതൽ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ നടന്ന എല്ലാ ചലച്ചിത്രോത്സവങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്ത ഒരാളാണ്. അതിൻ്റെ അനുഭവ പാഠത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ പലർക്കും അവകാശപ്പെടാനില്ലാത്തൊരു ഭാഗ്യമാണ് എനിക്കുള്ളത്. കാരണം ആദ്യം വളരെ ചെറിയ തോതിൽ KSFDC തുടങ്ങിയ ചലച്ചിത്രോത്സവമാണ് ഒന്നാമത്തെ ചലച്ചിത്രോത്സവം. അതുമുതൽ എല്ലാ ചലച്ചിത്രോത്സവങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ പല മാധ്യമങ്ങളൊക്കെ പറഞ്ഞ പോലെ 18 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചലച്ചിത്രോത്സവം പ്രായപൂർത്തിയെത്തി എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല ചലച്ചിത്രോത്സവം കേരളത്തിൽ തന്നെയാണ്. എല്ലാ പരിമിതികളും പരാധീനതകളും ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും നല്ല ചലച്ചിത്രോത്സവം. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ഗൗരവപൂർവ്വം സിനിമയെ വീക്ഷിക്കുന്ന ഒരാളുകളുണ്ട്. വളരെ തറ എന്ന് പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകൾക്ക് പോലും ഒരു മിനിമം ചലച്ചിത്ര സാക്ഷരതയുണ്ട്. അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ചലച്ചിത്രോത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളൊക്കെ പലരും എഴുതി കാണുകയുണ്ടായി, നിലവാരം കുറവാണ്, സിനിമകളുടെ മൊത്തം നിലവാരം വളരെ കുറവാണ്. അത് എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുവരുന്ന ഒരു ആരോപണമാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട് ഇത്, ചിത്രങ്ങൾ വളരെ മോശം, പലതും ഇറങ്ങിപ്പോകേണ്ടി വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഈ വർഷത്തെ ചലച്ചിത്രോത്സവത്തിൽ ഒരു ചിത്രത്തിന് പോലും ഇറങ്ങിപ്പോരേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ ചിത്രങ്ങളും പൂർണ്ണമായിട്ട്, അങ്ങനെ സാധാരണ സംഭവിക്കില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകും. കാരണം നമ്മുടെ ഇതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള, നമ്മുടെ ആസ്വാദന ക്ഷമതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരിക്കും പലപ്പോഴും. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു ഇതുപോലും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരുപാട് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പല സ്ഥലത്തും പറഞ്ഞ പോലെ ജർമ്മൻ ഡോക്ടർ എന്ന് പറയുന്ന ചിത്രം, അതുപോലെ ഇൻ ഹൈഡിങ് എന്ന് പറയുന്ന ആദ്യത്തിൽ നമ്മുടെ ചലച്ചിത്രോത്സവത്തിൽ കാണിച്ച അത്തരം ചിത്രങ്ങൾ മുതൽ ഇപ്പോൾ കണ്ടിറങ്ങിയ മേഘതാക്കത്താര വരെയുള്ള ചിത്രങ്ങൾ, പല തരത്തിലുള്ള ചിത്രങ്ങളും നമ്മളെ പ്രത്യേക സിനിമയിലെ ഈ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സിനിമകളാണെന്ന് പറയാം. പക്ഷേ ലോകത്തിൽ സിനിമയുടെ നിലവാരം തന്നെ കുറഞ്ഞു വരികയാണ്. അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ 70കളിലും 80കളിലും ഉണ്ടായിട്ടുള്ള ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള, ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഇന്ന് ലോകത്തുണ്ടാവുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ ചലച്ചിത്രോത്സവത്തിൽ തന്നെ ഗോൾഡൻ ബെയർ, ബെർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയ ചിത്രവും, കാനിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയ ചിത്രവും കാണുമ്പോൾ മനസ്സിലാവും ലോകത്തിൽ ഒരു വർഷം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ നിന്നാണ്, ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ചിത്രങ്ങളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ഗൗരവമുള്ള ചലച്ചിത്രോത്സവങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് ആ രണ്ടും. അതിൻ്റെ നിലവാരം തന്നെ നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത ചിത്രങ്ങളാണ്. അപ്പോൾ ലോകത്തുണ്ടാവുന്ന സിനിമകളുടെ നിലവാരം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. സാർ ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഓരോ വർഷം കഴിയുന്തോറും ഈ സിനിമയുടെ നിലവാരത്തിന് ശോഷണം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒരുപാട് കാരണങ്ങൾ. ഒരു കാരണമെന്ന് പറയുന്നത്, സിനിമ ആദ്യ ഇറങ്ങിയ കാലത്ത് 70കളിലും 80കളിലും ഒക്കെ, അല്ല 60കളിലൊക്കെ സിനിമ ഒരു വലിയ അത്ഭുതമായിരുന്നു. ആ സിനിമ മാധ്യമം വളരെ ശക്തമായിട്ട്, ആ മാധ്യമം അന്ന് വരെ ഉണ്ടായിരുന്ന നാടകം അല്ലെങ്കിൽ ചിത്രകല, സംഗീതം, അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട്
നാടകം വളരെ ശക്തമായിട്ട് ഒരു കൊല്ലമൊക്കെ കളിക്കുന്ന നാടകങ്ങൾ ബ്രോഡ്വേയിലും ഒക്കെ ഉണ്ടായിരുന്നതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് സിനിമ വന്നത്. അപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് വരെ തന്നെയല്ല, ഈ നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള കലാമാധ്യമം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സിനിമ വരുന്നത്. അപ്പോൾ ആ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അർപ്പിതമായിട്ടുള്ള ഒരു വളരെ പ്രത്യേകതയുള്ള അവർ ചെയ്യുന്ന മാധ്യമത്തോടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ കാലം കഴിയുമ്പോൾ അതൊരു ഒരു ഒരു ഏത് മാധ്യമങ്ങളിലുണ്ടാവുന്ന പോലെ തന്നെ ഉള്ള ഒരു 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 അവസ്ഥയുണ്ടാവും. അത് തിരിച്ചു വരും ചെയ്യാം. ഇപ്പോൾ സിനിമ ഒരു അത്ഭുതമായിട്ടാണ് കണ്ടുപിടിച്ചത്. അത് അത്ഭുതമല്ല, അതൊരു അത്ഭുതമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ലൂമിയറിൻ്റെ അല്ലെങ്കിൽ നിശബ്ദ സിനിമകളുടെ കാലം എന്ന് പറയുന്നത് പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ സിനിമ അതോടുകൂടി മരിക്കുമായിരുന്നു. പക്ഷേ സിനിമ വളർന്നത് അതിൻ്റെ സാങ്കേതിക രംഗത്തും അതിൻ്റെ കലാമാധ്യമം, ഇതൊരു കലയായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ വളർന്നുകൊണ്ടാണ്. ഒരു കലാമാധ്യമം ഒരു അത്ഭുതമല്ല, ആ അത്ഭുതം മാറി ഒരു കലാമാധ്യമമായിട്ട് വളർന്ന് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മറ്റ് കലാമാധ്യമങ്ങൾക്കൊന്നും അടുത്ത് വരാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഇതൊരു സമകാലീന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പലപ്പോഴും ഫെസ്റ്റിവലുകൾക്കെതിരെയുള്ള കടുത്ത വിമർശനവും ഇതാണല്ലോ, സിനിമകളുടെ നിലവാരം വളരെ കുറഞ്ഞു എന്ന്. അതിനൊരു പക്ഷേ കാരണം ഇതാവാം, സെലക്ഷൻ കമ്മിറ്റിയുടെ ഒന്നും ആയിരിക്കില്ല അല്ലേ? അത് ഒരു പരിധിവരെ ഉണ്ട്. സെലക്ഷൻ കമ്മിറ്റി വളരെ വിവരമുള്ളവരും അർപ്പിതമായ മനസ്സുള്ളവരും അച്ചടക്കമുള്ളവരും ആയിരിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഞാൻ ഒരുപാട് സെലക്ഷൻ കമ്മിറ്റികളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. ആദ്യകാലം മുതൽ ഈ നിങ്ങൾ പറഞ്ഞല്ലോ, ഡൽഹിയിലെ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുമ്പോഴും ഞാൻ സെലക്ഷൻ കമ്മിറ്റി അന്ന് സെലക്ട് ചെയ്തിരുന്നത് തിരുവനന്തപുരത്തിരുന്ന് ഇവിടുത്തെ ഒരു കമ്മിറ്റി സെലക്ട് ചെയ്തിട്ട് അത് ഡൽഹിയിൽ അയച്ച് അവിടുന്ന് ഫാക്സ് ചെയ്ത് അവിടെ നിന്നാണ് ചിത്രം വരുത്തിയിരുന്നത്. ആ കാലത്ത് പോലും ഞാൻ ആ മെമ്പറായിട്ട്. പക്ഷേ അർപ്പിതമായ മനസ്സും വളരെ വളരെ അതിനോടൊരു സിനിമയോട് വളരെ പാഷനുള്ള ആളുകളും അച്ചടക്കമുള്ള ആളുകളും ഒക്കെ അല്ലാതെ സിനിമ തിരഞ്ഞെടുക്കാം. കാരണം നമ്മളൊരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ, ഈ ചലച്ചിത്രോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു ചരിത്രം എഴുതുകയാണ്. ഒരു അവാർഡ് കൊടുക്കുമ്പോൾ, സ്റ്റേറ്റിൽ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അത് ചരിത്രമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ സ്വയംവരത്തിന് അവാർഡ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 72 അവാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നത് ചരിത്രമാണ്. സ്റ്റേറ്റിൽ അവാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നത് ചരിത്രമാണ്. അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റിയിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ചരിത്രമാണ് എഴുതുന്നതെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് എഴുതുന്ന ഇതായിരിക്കണം. പിന്നെ ഉള്ളൊരു അപജയത്തിന് കാരണം ജീവിതത്തിൽ മൊത്തം എല്ലാ രംഗങ്ങളിലും ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി, അത് രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും മതത്തിലായാലും ഏത് രംഗത്തെ മൂല്യച്യുതി ഉണ്ടാകാത്ത സംഗീതത്തിലുണ്ടായിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള മൂല്യച്യുതി സ്വാഭാവികമായിട്ടും അത് ഈ കാലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്.